വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോടും CPM-നോടും ചോദ്യങ്ങളുമായി കോൺഗ്രസ് നേതാവ് രാജു പി നായർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ അല്ലാതെ പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിലൂടെ എത്ര കോടി രൂപ പിരിച്ചുവെന്നും ഊരാളുങ്കലിന് എത്ര രൂപയുടെ കരാറാണ് നൽകിയതെന്നും രാജു പി നായർ. CPM പിരിച്ച പണത്തിന്റെ കണക്ക് പുറത്തുവിടണമെന്നും ഡിവൈഎഫ്ഐക്ക് വേണ്ടി പണം നൽകിയത് ഊരാളുങ്കലാണോ എന്ന് വ്യക്തമാക്കണമെന്നും രാജു പി നായർ ആവശ്യപ്പെട്ടു. ഷാബാസ് അഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. ഷാബാസ്, ഡിവൈഎഫ്ഐ പിരിച്ച 20 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കല്ല, പകരം ഈ പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിലേക്കാണ് നൽകിയത് എന്നൊരു ആരോപണം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ച വ്യക്തമാക്കുന്നുണ്ടായിരുന്നു രാജു പി നായർ. അതിനൊപ്പം ഈ ചോദ്യങ്ങളും. തീർച്ചയായും അത് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരു മുന്നണികളും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് നേതാവായ രാജു പി നായർ 7 ചോദ്യങ്ങളാണ് സർക്കാരിനോടും CPM-നോടും പ്രധാനമായും ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ അല്ലാതെ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിലൂടെ എത്ര കോടി രൂപ പിരിച്ചു എന്നാണ് പ്രധാനമായും ചോദിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് നിരന്തരമായി ആരോപിക്കുന്നത് ടെൻഡർ ഇല്ലാതെയാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഈ നിർമ്മാണ ചുമതല നൽകിയത്. അത് എത്ര കോടി രൂപയുടെ കരാറാണ് നൽകിയതെന്നും ഒപ്പം ഈ കരാറിൽ എന്തൊക്കെ പ്രവർത്തികളാണ് അവിടെ ചെയ്തതെന്നും ഈ കരാർ പുറത്തുവിടാൻ ധൈര്യമുണ്ടോ എന്നുമൊക്കെയാണ് കോൺഗ്രസ് ഇപ്പോൾ CPM-നെയും സർക്കാരിനെയും വെല്ലുവിളിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം MA ബേബി പുറത്തുവിട്ട കണക്കുമായി ബന്ധപ്പെട്ടാണ് CPIM കേന്ദ്ര കമ്മിറ്റി പിരിച്ച തുക ഇത്ര മാത്രമേ ഉള്ളൂ എന്നാണ് കോൺഗ്രസ് നിലവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡിവൈഎഫ്ഐ കൊടുത്തു എന്ന് പറയപ്പെടുന്ന 20 കോടി രൂപ അത് എങ്ങനെ CSR ഫണ്ടായി രേഖപ്പെടുത്തി എന്നതാണ്. ഊരാളുങ്കൽ സൊസൈറ്റിയാണോ ഡിവൈഎഫ്ഐക്ക് വേണ്ടി 20 കോടി രൂപ നൽകിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഒപ്പം മറ്റൊരു കാര്യം, എന്തുകൊണ്ടാണ് 2 വർഷത്തോട് അടുക്കുമ്പോഴും ഒരാൾക്ക് പോലും വീട് പണി പൂർത്തിയാക്കി നൽകാൻ കഴിയാത്തത് എന്നാണ്. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുന്നണികൾ വലിയ വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്സവ പറമ്പിലെ പോക്കറ്റടിക്കാരാണ് CPM-മാർ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് രാജു പി നായർ അടക്കം ആരോപിക്കുന്നത്. കുറ്റം കോൺഗ്രസിൽ ആരോപിച്ചുകൊണ്ട് രക്ഷപ്പെടാനാണ് CPM നിലവിൽ ശ്രമിക്കുന്നത്. CPM പുറത്തുവിട്ട കണക്കിലാണ് അവ്യക്തതയുള്ളത് എന്നൊക്കെയാണ് നിലവിൽ എന്തായാലും കോൺഗ്രസ് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ ആരോപണ പ്രത്യാരോപണങ്ങളാണ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ചോദ്യങ്ങളാണ് കോൺഗ്രസ് CPM-നെതിരെയും സർക്കാരിനെതിരെയും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, രാജു പി നായരാണ് ഗുരുതരമായ ആരോപണവുമായി എത്തിയിരിക്കുന്നത്. CPM എത്ര രൂപയാണ് പിരിച്ചത്, അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന സംഭാവനകൾക്ക് അപ്പുറത്തേക്ക് ഈ പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിലേക്ക് എത്ര പണമാണ് ഡിവൈഎഫ്ഐ അടക്കം നൽകിയത് എന്നടക്കമുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്.